കേട്ടോ. മക്കൾക്ക് വേണ്ടത് എന്ത്? ഒറ്റ കാര്യം, വേറെ ഒന്നും ഞാൻ പറയില്ല. അതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് അനുസരണ. ഇന്ന് സൂപ്പർ മാർക്കറ്റ് പോയാലും കൂടി കിട്ടാത്തൊരു സാധനം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ വേണ്ടത്? അനുസരണ. അനുസരണയില്ലാത്ത ഒരു ജീവിയെയും നമുക്ക് പോറ്റാൻ കഴിയില്ല. ഇത്രയും മനസ്സിലാക്കുക. എന്റെ വാപ്പാക്ക് 5 കോഴിക്കളുണ്ട്. 5 കോഴിക്കൾ എന്റെ വാപ്പാക്ക്. 4 കോഴിക്കളും മരിവാൻ കൊടുത്താൽ പൊട്ട് കയറും, 1 കോഴി പുറപ്പുറത്ത് കയറും. നോക്കണം, 4 കോഴി വാപ്പ വിളിച്ചാ വരും, 1 കോഴി വിളിച്ചാ വരൂല. എന്റെ വാപ്പക്ക് ഈ 4 കോഴിക്കളും പോറ്റാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 5ാമത്തെ കോഴിന്റെ വാപ്പ എന്ത് ചെയ്യും? 4 ദിവസം വാപ്പ നോക്കും. 4ാമത്തെ ദിവസം ഉമ്മനോട് പറയടി, കൂടുതൽ വിടുമ്പോഴേ ആ മറ്റേനെ വിടണ്ട, അന്നിന്റെ വീട്ടിൽ കോഴിക്കറി ആയിരിക്കും. അതിന് അർത്ഥം കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് 100 ആടുകളുണ്ട്, 99 ആട് അയാൾ വിളിച്ചാ വരും. എന്നാൽ ഒരാട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. എങ്ങനെ അതിനെ പോറ്റുക? ഏത് ജീവിനെയും പോറ്റാ. ആനനെ പോറ്റുണ്ട് ആൾക്കാര്. ഗുരുവായൂർ ദേവസ്വം ആനനെ പോറ്റുണ്ട്. അവിടെ 100 കണക്കിന് ആനകളുണ്ട്. ആനനെ പോറ്റാം, ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം എന്താ? ആന അനുസരിക്കണം. കോഴിയെ പോറ്റാം, അനുസരിക്കണം. നായയെ പോറ്റാം, അനുസരിക്കണം. മക്കളെയും പോറ്റാം, അവർ അനുസരിക്കണം. നമ്മളെ കുട്ടികളോ പറഞ്ഞാൽ കേൾക്കൂല. ചെറിയ കുട്ടിയും കൂടി പറഞ്ഞാൽ കേൾക്കൂല. മോനെ അങ്ങനെയല്ല, എങ്ങനെ ഉണ്ടാകുന്നില്ല അവിടെ, മോനെ ഫോൺ പഠിക്കണ്ട, ഭയങ്കര എങ്ങനെ ഇതിനെ പോറ്റുക? കോഴിയാണെങ്കിൽ അറുത്ത് കൂട്ടാൻ വെക്കേനി, പോത്താണെങ്കിൽ വിറ്റാ പൈസ ഇട്ടീനി. ഇതിനെന്താ ചെയ്യാ? ഉണ്ടോ? അവിടെയാണ് മക്കൾ ചിന്തിക്കേണ്ടത്. ഉമ്മയും ബാപ്പയും നോ എന്ന് പറഞ്ഞാൽ അത് അവന് ഗുണമാണ്. ഉമ്മയും ബാപ്പയും യെസ് എന്ന് പറഞ്ഞാലോ അതും അവന് ഗുണമാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ അനുസരണ പഠിപ്പിക്കണം. ബാപ്പയെ അനുസരിക്കാത്ത, ഉമ്മയെ അനുസരിക്കാത്ത ഒരു മക്കളും ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവർ അപകടകരമായ രീതിയിൽ വളരും. കണ്ടല്ലോ? അപ്പൊ എല്ലാരോടും ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാരോടും. ഇനി കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇങ്ങനൊരു ചോദ്യം. ഞാനൊരു മാഷായതുകൊണ്ട് അവസാനം ചോദ്യം ചോദിച്ചിട്ടാണ് അവസാനിപ്പിക്കുക, അല്ലെ? കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അമ്മായിമ്മയാണോ? നാത്തൂനാണോ? ഭാര്യയാണോ? ഭർത്താവാണോ? അല്ല. അല്ല. ഒരു സാധനം, അതാണിത്. ഇനി ഞാൻ പറയണ്ടല്ലോ, കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണിത്. എനിക്കാദ്യം പറയാനുള്ളത് ഈ മൊബൈൽ ഫോണിൽ ആണുങ്ങളോടാണ്. കൂലിപ്പണിയെടുക്കുന്ന ആളുകൾ, കച്ചവടക്കാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ, ഇങ്ങനെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ആരും ആവട്ടെ, ഞാൻ ആണുങ്ങളോടെ പറഞ്ഞു കേട്ടോ. ആണുങ്ങളോടാണ്, പെണ്ണുങ്ങളോടല്ല. ആണുങ്ങളോട്, കുട്ടികളോടുമല്ല, ബാപ്പമാരോട്, കുടുംബനാഥന്മാരോട്. നിങ്ങൾ ആരുമാവട്ടെ, കച്ചവടമാണോ, തൊഴിലാണോ, കൂലിപ്പണിയാണോ, അല്ല ഗവൺമെന്റ് ഉദ്യോഗമാണോ, എന്തും ആയിക്കോട്ടെ, എന്തും, സ്വന്തമായിട്ട് ഷോപ്പുണ്ടോ ആയിക്കോട്ടെ, എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, 8:30 മണിക്ക് നിങ്ങളുടെ ഷോപ്പ് ക്ലോസ് ചെയ്താൽ നിങ്ങൾ 9 മണിക്ക് വീട്ടിലെത്തണ്ട. എത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. 8:30 മണിക്ക് ഷോപ്പ് പൂട്ടുമെങ്കിൽ നിങ്ങൾ 9 മണിക്ക് വീട്ടിലെത്തണ്ട. 8:30 മണിക്ക് ഷോപ്പിന്റെ ഷട്ടർ ഇങ്ങോട്ട് താത്തുക, നിങ്ങൾ ഷോപ്പിന്റെ ഉള്ളിലിരിക്കുക. മനസ്സിലായോ? അരമണിക്കൂറോ 1 മണിക്കൂറോ തോണ്ടാനുള്ളത് മുഴുവൻ തോണ്ടുക. ഇപ്പൊ കസ്റ്റമർ ഒന്നും ഉണ്ടാവില്ല, ഷട്ടർ താത്തിയല്ലോ. 1 മണിക്കൂറോ അരമണിക്കൂറോ ഫുള്ള് തോണ്ടിക്കോ. വാട്സപ്പോ ഫേസ്ബുക്കോ തോണ്ടിക്കോ, എല്ലാം തോണ്ടുക. തോണ്ടി കഴിഞ്ഞിട്ട് ഫോണ് കീശയിലിടുക, ഷട്ടർ പൊക്കുക, താത്തുക, പൂട്ടുക, വീട്ടിൽ പോവുക. പിന്നെ ഈ സാധനം തോണ്ടരുത്. വീട്ടിലെത്തിയ പിന്നെ ഈ സാധനം തോണ്ടരുത്. അവിടെ കമ്മിറ്റി വെച്ചേക്കുക. കഴിഞ്ഞ് ആവശ്യമുള്ളത് മാത്രം വിളിക്കുക. പിന്നെ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല. ആണുങ്ങളോടാ ഞാൻ പറഞ്ഞത്. 6 മണിക്ക് 5:30 മണിക്ക് കൂലിപ്പണി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ, നിങ്ങൾ 7 മണിക്ക് വീട്ടിൽ വരണ്ട. നിങ്ങൾ കൂലിപ്പണി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റേഞ്ചിലുള്ളടത്ത് ഇരുന്ന് തോണ്ടിക്കോ. 1 മണിക്കൂർ തോണ്ടണോ? തോണ്ടിക്കോ. വീട്ടിൽ തോണ്ടലില്ല. വീട്ടിലെത്തിയ ഭാര്യനെ തോണ്ടണം.
മക്കളെ തോണ്ടണം, അവരോടൊന്നിച്ച് കളിക്കണം. ഇതില്ല. നമ്മളെ വീട്ടിലെ അവസ്ഥ എന്താ? ബാപ്പ കെട്ട് വരും, പണിയും ചെയ്യണ്ട്, കുളിച്ചു മാറ്റിയൊരു കള്ളിത്തിനടുത്ത് കൊലായിൽ വന്ന് 2 കാലും കയറ്റിച്ചാണ് തോണ്ട് തന്നെ. എന്നിട്ട് മക്കളോട് പറയാൻ പറ്റുമോ നമുക്ക് മോനെ നീ തോണ്ടരുതെന്ന്? പറ്റുമോ? പ്രിയമുള്ള പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് നോക്കാനുള്ളത് മക്കളും ഭർത്താവും ഇല്ലാത്തപ്പം നോക്കണം. വാട്സപ്പ് നോക്കിക്കോ, കുടുംബത്തിന്റെ ഗ്രൂപ്പ് നോക്കിക്കോ, നിങ്ങളെല്ലാം പ്രതികരിച്ചോളൂ, ഒരു പ്രശ്നമില്ല. എപ്പോ മക്കളുണ്ട് വീട്ടിൽ, ബാപ്പയുണ്ട് വീട്ടിൽ, ഫോണില്ല, ആ ഫോൺ മാറ്റി വെക്കണം, മക്കൾക്കും മാറ്റി വെക്കണം. ഇങ്ങനെ ഈ ഫോണിന്റെ മുകളിലുള്ള ഒരു പ്രോട്ടോകോൾ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ സാധനം നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ മതിൽ കെട്ടിക്കളയും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും, മക്കള് പാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും. അതുകൊണ്ട് മൊബൈൽ ഫോണ് നിങ്ങൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ രാത്രി വീട്ടിൽ ബാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയം, ആ സമയത്തെ സൈക്കോളജി ഒരു പേര് വിളിക്കും, ഉത്കൃഷ്ടവേളകൾ. അതിന്റെ ഇംഗ്ലീഷ് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ക്വാളിറ്റി ടൈം എന്നാണ്. സൈക്കോളജി അതിനെ വിളിക്കുന്ന പേരെങ്ങനെയാണ്? ഓരോ കുടുംബത്തിനും ഒരു ഉത്കൃഷ്ടവേളയുണ്ടാക്കണം. എന്താ ഉത്കൃഷ്ടവേള എന്ന് പറഞ്ഞാല്? ബാപ്പയും ഉമ്മയും മക്കളും സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുന്ന സമയം. നിങ്ങളെ കുടുംബത്തിൽ എത്രത്തോളം ഉത്കൃഷ്ടവേളകളുണ്ട്, ആ വേളകൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിനാണ് നാം കുടുംബമായത്. മിന്നിത്തിളങ്ങുന്ന LED ബൾബുകളും നിലത്ത് വിരിച്ച നല്ല മിനുസമുള്ള മാർബിളും പുറത്ത് വിരിച്ച പൂട്ടുകെട്ടകളും ഷെഡിൽ നിർത്തിയിട്ട കാറും ഒന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ അല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആ വീട്ടിനകത്തുള്ള സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ എത്രത്തോളം അതിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നാളെ നമ്മളൊരു മുസ്ലിം കുടുംബമാണ്, പോരാ, ഇതൊന്നും പോരാ. നമ്മുടെ ലക്ഷ്യം എന്താ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അറിയണം എന്താ ലക്ഷ്യം. ഭാര്യയും ഭർത്താവും ഈ ഫോൺ കൊണ്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കുടുംബ സംഗമത്തിന് നേർന്നുകൊണ്ട് ഈ കുടുംബ സംഗമത്തിലെ എന്റെ സംസാരവും അതിനുശേഷമുള്ളതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കലാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതിന്റെ സംഘാടകർക്ക് കുടുംബത്തെ ഒന്നിപ്പിക്കുന്നവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് ഈ സംഘാടനം ഒരുപാട് ദിവസങ്ങളായി ഉറക്കും ഊണുമൊഴിഞ്ഞ് ഈ സംഘാടനം നടത്തുന്ന ഇതിന്റെ സംഘാടകർക്ക് കൃത്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.